Sai Ram. This video exclusively for Anjali Sajid. എൻ്റെ മോളിന് തുല്യമായ ഒരു കുട്ടി. അപ്പോൾ ഇന്ന് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും മിക്സായിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ and I cannot raise my voice here because ഇത്, as I told you, it's a layout where people will not accept you talking in low ഓർഡിനറി വോയിസിൽ സംസാരിച്ചതിന് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ഉറക്കം പോകും. അവർ 7 മണിക്കും 8 മണിക്കാണ് ഉറങ്ങി എണീക്കുക. ചിലർ 10 മണിക്ക് എണീക്കുള്ളൂ. എല്ലാം സ്വിഗ്ഗി സൊമാറ്റോ പീപ്പിൾ ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ പതുക്കെ എണീച്ചാൽ മതി. നമ്മുടെ സംസ്കാരത്തിൽ അതല്ല പറഞ്ഞിരിക്കുന്നത്. സോ നൗ അഞ്ജലി ചോദിച്ചതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ. ആസ് എ ബ്രാഹ്മിൻ, ഞാൻ ഒരു അദ്വൈതവാദിയല്ല, ഞാൻ ഒരു സന്യാസിനിയല്ല, ഞാൻ ഒരു വലിയ എന്താ പറയുക, എല്ലാം അറിഞ്ഞ ഒരു വിദുഷിയുമല്ല. പക്ഷേ നമ്മുടേതായ സംസ്കാരം, നമ്മുടേതായിട്ടുള്ള ഓരോ സംസ്കാരങ്ങൾ നമുക്കുണ്ട്. സംസ്കാരം, ട്രഡീഷൻ, കൾച്ചർ എന്ന് പറയുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല. അത് നമ്മുടെ അമ്മ, അമ്മയുടെ അമ്മ, അമ്മയുടെ അമ്മയുടെ അമ്മ, അങ്ങനെ ഈ സൈഡിൽ ഹസ്ബൻഡ് അമ്മ, ഹസ്ബൻഡ് അമ്മയുടെ അമ്മ, അമ്മായിയപ്പൻ്റെ അമ്മ, അമ്മായിയപ്പൻ്റെ വീടുകാർ, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു ഫാമിലി ആകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു സമ്പ്രദായത്തിൽ ഒരു കല്യാണം വെക്കുമ്പോൾ നമ്മൾ ജാതകം നോക്കി ഫാമിലി, അതായത് കുടുംബം നോക്കും. കുടുംബ വീട് ഏതാണ്, കുടുംബ വീട് എന്ന് ആദ്യം ചോദിക്കും. പിന്നെ അവരുടെ കൾച്ചറും നമ്മുടെ കൾച്ചറും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. ഇപ്പോൾ പാലക്കാട് അയ്യർ കുക്ക് ചെയ്യണ അല്ല ട്രിവാൻഡ്രം അയ്യർ കുക്ക് ചെയ്യണത്. ഇൻഗ്രീഡിയൻസ് മാറും, മനസ്സിലായി? ദേശം തോറും ഭാഷ വേറെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ വിളക്ക് കത്തിക്കുന്നതിനെ പറ്റി, വിളക്ക് കൊളുത്തുന്നതിനെ പറ്റി, കത്തിക്കുന്നതോ കൊളുത്തുന്നതോ ഏറ്റുന്നതോ ഒന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചാൽ വിളക്ക് കൊളുത്തരുത്, അല്ലെ വിളക്ക് കത്തിക്കുന്ന, വിളക്ക് തെളിയിക്കുക, മലയാളത്തിൽ വിളക്ക് തെളിയിക്കുക ഇസ് മോർ, എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ നല്ലൊരു വേർഡായിട്ട് തോന്നുന്നു. വിളക്ക് തെളിയിക്കുക മീൻസ് ടു ബ്രിങ് ലൈറ്റ്. തെളിയിക്കുക മീൻസ് ക്ലീൻ, ടു ക്ലീൻ ദ പ്ലേസ് ആൻഡ് ബ്രിങ് ദ ലൈറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കാര്യം, എനിക്കറിയാമെന്നോ ഞാൻ പറയണത്, ഞാൻ വലിയൊരു വിദ്വാനോ വിദുഷിയോ ഒന്നും അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിളക്ക് തെളിയിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഇരുട്ടിൽ നിന്നും, ഇരുട്ടായ മനസ്സിൽ നിന്നും വെളിച്ചത്തിലോട്ട് നയിക്കാനായിട്ടാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത്, അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്നത്. പിന്നെ ഈ വിളക്ക് തെളിയിക്കുന്നതിനെ പറ്റി തന്നെ കുറേ വിവാദങ്ങളുണ്ട്. 5 തിരി വെക്കാമോ, 7 തിരി വെക്കാമോ, 2 തിരി വെക്കാമോ, കിഴക്ക് വെക്കാമോ, അവിടെ വെക്കാമോ, ഇവിടെ വെക്കാമോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ വെക്കാം. പക്ഷേ നമ്മൾ ഈ 5 തിരിയിട്ട് കയറ്റുന്നതിൻ്റെ കാര്യം, വിളക്ക് തെളിയിക്കുന്നതിൻ്റെ കാര്യം പഞ്ചഭൂതങ്ങൾ. ഓക്കെ, പഞ്ചഭൂതങ്ങളുണ്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. ഇതിനെല്ലാം റെസ്പെക്ട് ചെയ്താണ്, അല്ലാണ്ട് അത് ചെയ്തത് കൊണ്ട് ഇത് കിട്ടുന്നല്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് വ്ളോഗേഴ്സിനൊന്നും സബ്സ്ക്രൈബ് ചെയ്യാറും വ്ളോഗ് ജാസ്തി ആദ്യം നോക്കാണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ബിസിനസ് ആക്കി മാറ്റിയിരിക്കുകയാണ് വ്ളോഗിനെ. വ്ളോഗ് ഹാസ് ബിക്കം എ ബിസിനസ്. പക്ഷെ ഒന്ന് ഓർക്കുക, നിങ്ങൾക്ക് ചെറുപ്പ കുട്ടികളാണ് ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ, ചെറിയ കൊച്ചുങ്ങളാണ് നിങ്ങൾ. ഈ വയസ്സിൽ നിങ്ങൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കേണ്ട സമയമാണ്. ഞാൻ 24-ാമത്തെ വയസ്സിലാണ് ഡോഗ് ബ്രീഡർ ആയത്. അതൊരു ചാലഞ്ച് ഏറ്റെടുത്താണ്, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഞാനൊരു ചാലഞ്ച് ഏറ്റെടുത്താണ്, വെജിറ്റേറിയൻ ഡയറ്റിൽ ഡോഗ് ബ്രീഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നൊരു ചാലഞ്ച് ഏറ്റെടുത്താണ് ചെയ്തത്. അത് ഞാൻ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്തു. ടിൽ ടുഡേ ഐ ആം ഹാപ്പി ബിക്കോസ് ഞാൻ എൻ്റെ പദ്ധതി മാറ്റിയില്ല, മനസ്സിലായോ? അപ്പം അതുപോലെ ഈ ഓരോ വ്ളോഗിൽ ഞാൻ കാണുന്നെങ്കിലും ഉപ്പിൽ വിളക്ക് കത്തിക്കുക, പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വിളക്ക് കത്തിക്കുക, അങ്ങോട്ട് തിരിച്ച് വിളക്ക് കത്തിക്കുക, പിന്നെ വാതിലിൽ കൊണ്ടുവെക്കുക, ഇവിടെ നിന്ന് അവിടെ കൊണ്ടുവരിക, അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരിക. ഞാൻ സത്യം പറയാൻ, വേറെ വേലയും തൊഴിലും ഇല്ലാത്തവരാണ് ഇതൊക്കെ ചെയ്യണത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്ന വലിയ കാര്യമൊന്നുമില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണത് ഇപ്പോഴൊന്നും വന്നതല്ല, അത് അന്നു മുതലേ ഉണ്ട്. എസ്പെഷ്യലി ഞങ്ങളുടെ ബ്രാഹ്മിൻസിൽ. ഞങ്ങളൊക്കെ കൊച്ചായിരിക്കുമ്പോൾ ഞങ്ങളുടെ അച്ഛനമ്മമാരെ ഞങ്ങളെയൊക്കെ 3 മണിക്ക് എണീപ്പിക്കും. പല്ല് തേച്ച് മുഖം കഴുകി കൈകാല് കഴുകിയിട്ട് ഞങ്ങൾക്ക് പൂജാ റൂമുണ്ട്, റൂമിൻ്റെ അകത്ത് കിടത്തില്ല, പുറത്തുനിന്ന് ഇങ്ങനെ തൊഴുതിട്ട് പോയി പഠിക്കാമെന്ന് പറയും. ഇപ്പം സയൻറ്റിസ്റ്റ് പറയുന്നത് ഏർലി മോർണിംഗിലാണ് ബ്രെയിൻ സെൽസ് ഡെവലപ്പ് ആകുന്നത്, നന്നായിട്ട് ലൈക്ക് ആക്റ്റീവായിട്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ പൂർവികന്മാർ അന്നേ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന വലിയൊരു പുതിയ കാര്യമൊന്നും അല്ല അത്, മനസ്സിലായി? എനിക്ക് 67 വയസ്സായി. അപ്പം അതുകൊണ്ട് പറയാണ്, എൻ്റെ എക്സ്പീരിയൻസും കൊണ്ട് പറയാണ്. പിന്നെ ഈ പല വ്ളോഗിൽ ഞാൻ കാണുന്ന ഒന്നാണ്,
പച്ചത്തിരി വെച്ച് വിളക്ക് കത്തിക്കുക, ചുവന്നതിരി വെച്ച് വിളക്ക് കത്തിക്കുക, പച്ചക്കുങ്കുമം തൊടുക, മഞ്ചക്കുങ്കുമം തൊടുക, അത് തൊടുക, ഇത് തൊടുക, ഇതൊക്കെ റബ്ബിഷ്. പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ കാമാഖ്യയിൽ പോകണം. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാമാഖ്യയിൽ പോയി താമസിക്കണം, അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ താമസിക്കാൻ പാടില്ല. ഇതൊക്കെ താന്ത്രിക് വേ ആണ്. അത് തിരിച്ചടിക്കരുത്, അത് തിരിച്ചടിക്കും. നമുക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ഹിന്ദു കൾച്ചറിൽ, അത് ബ്രാഹ്മണായാലും കൊള്ളാം, ഈഴവരായാലും കൊള്ളാം, മലയാളീസ് പൊതുവേ ഞാൻ മലയാളി എന്ന് പറയാം, എല്ലാവരും അവരുടെ വേറെ വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ പഞ്ചത്തിരി കൊണ്ടാണ്, പഞ്ഞി കൊണ്ടുള്ള തിരി കൊണ്ടാണ് തിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ പഞ്ഞിത്തിരി പോലും അല്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ അത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പിന്നെ മുണ്ട്, കോട്ടൺ മുണ്ട് കിട്ടുമല്ലോ, ആ മുണ്ട് പുതിയത് വാങ്ങിച്ചിട്ട് അതിനെ വെള്ളത്തിലിട്ട് കോത്ത് 4-5 ദിവസം കൊണ്ട് അതിലുള്ള കഞ്ഞിയെല്ലാം കളഞ്ഞിട്ട് അത് ഉണക്കി വെക്കും. എന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഇരുന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തിരിക്കും. ഓക്കെ, ഒരു മുണ്ടിലാണ് അത്രയും തിരികൾ അവർ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കി കെട്ടി ഇങ്ങനെ വെക്കും, ചെറുത് വലുത് അങ്ങനെ കൊണ്ട് വെക്കും. അപ്പം അതാണ് ഒരു വർഷത്തിലേക്ക് വരുന്നത്. മനസ്സിലായി? ഈ തിരി ഉണ്ടാക്കുന്നത് ഒരു വർഷത്തിലേക്ക് വരും. പക്ഷെ ഇവിടെ എല്ലാം കടയിലാണല്ലോ വാങ്ങിക്കണം, ഓടിപ്പോണം കടയിൽ വാങ്ങിക്കണം. നാളെ പൂജയാണെങ്കിൽ ഇന്ന് പോയി കടയിൽ വാങ്ങിക്കണം. പിന്നെ പൂക്കൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഫുള്ള് പ്ലാസ്റ്റിക് കവറിലാണ്. ഞാൻ പറഞ്ഞു, എത്ര പ്രാവശ്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ദൈവത്തിന് പൂക്കൾ വാങ്ങിച്ചുകൊണ്ട് വരണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഐ ഡോണ്ട് മേക്ക് ക്ലോത്ത് ബാഗ്സ്? നല്ല കോട്ടണിൽ ബാഗ് കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ തെക്കാൻ അറിയാതെ തെക്കാമല്ലോ. ഒരു 2 മീറ്റർ തുണി വാങ്ങിച്ചിട്ട് തുന്നിയിടുക ദൈവത്തിന് പൂ വാങ്ങിക്കുന്ന സ്ഥലത്ത്. പിന്നെ പൂ വാങ്ങിച്ചിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കുക. ഇതൊക്കെയാണ് പരിപാടി. ഡൈനിങ് ടേബിൾ വെച്ചിട്ട് കഴിക്കും. ഞങ്ങൾ ബ്രാഹ്മിൻസ്, എന്നിട്ട് പോലും ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഒന്നും വെക്കാറില്ല. 3/4 വീടുകൾ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്, ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കും, എന്നിട്ട് അടുത്ത് പൂജയ്ക്ക് എടുത്തോണ്ട് പോകും. അപ്പം ഇവിടെ പറയാൻ വന്നത്, അഞ്ജലി എന്നോട് ചോദിച്ചത്, ആൻറ്റി ഇങ്ങനെ കത്തിക്കാമോ വിളക്ക്? ധാരാളം ചെയ്യാം, ഒരു തെറ്റുമില്ല. ഞാൻ പഞ്ചമുഖദീപം, 7 മുഖദീപം ഒക്കെ ചെയ്യും. പിന്നെ അല്ലാണ്ട് ഇപ്പോൾ ഈ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്, വ്ളോഗേഴ്സ്. ഹോം ടൂറ്, ബാത്റൂം ടൂറ്, ബെഡ്റൂം ടൂറ്, വാർഡ്രോബ് ടൂറ്. ഞാൻ ഒന്നും പറയണില്ല, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഒന്ന് ഓർത്തോണം, ഈ യങ്സ്റ്റേഴ്സ് ഇന്ന് തത്തത്തയ്യാന്ന് കുതിച്ച് വ്ളോഗ് ചെയ്യുന്നതിന് ഓർത്തോണം, ഒരു സ്റ്റേജ് വരും ഈ വ്ളോഗൊക്കെ നിൽക്കും. ഈ സോഷ്യൽ മീഡിയ എപ്പോൾ വേണം എന്ത് വേണം മാറാം, അത് നിൽക്കും. പിന്നെ ഒരു കാര്യമായിട്ട് എല്ലാവർക്കും പുതിയ പരിപാടിയുണ്ട്. അവർക്ക് പൂജ ചെയ്യുകയും വേണം, പക്ഷെ ശ്ലോകങ്ങളൊന്നും പുസ്തകം വായിച്ച് അടുത്തിരുന്ന് ശ്ലോകം ചൊല്ലാൻ വയ്യ. മനസ്സിലായോ? അതുകൊണ്ട് അലക്സ പ്ലേ ദിസ്, അലക്സ പ്ലേ ദിസ്, അലക്സ പ്ലേ ദിസ്, ഇതാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇതെല്ലാം ഒരു കാട്ടിക്കൂട്ടലാണ്. തട്ടിക്കൂട്ട് പരിപാടി എന്ന് പറയുന്ന പോലെ കാട്ടിക്കൂട്ടലാണ്. കാട്ടിക്കൂട്ടരുത്. കാട്ടിക്കൂട്ടിയാൽ നിങ്ങളുടെ കുട്ടികൾ അനുഭവിക്കും. നിങ്ങൾക്ക് നമ്മുടെ സമ്പ്രദായത്തിൽ പഞ്ചത്തിരിയിട്ട് വിളക്കുകൾ എണ്ണ വയ്ക്കണം, അല്ലാണ്ട് നെയ്യിട്ട് തന്നെ. ഒരാൾ പറഞ്ഞു നെയ്യിട്ട് വിളക്ക് വയ്ക്കണം, അത് 5 എണ്ണ മിക്സ് ചെയ്ത് വിളക്ക് കത്തിക്കണം. പിന്നെ എന്താ പറയുക, അത് എള്ളുകൊണ്ട് ദീപം, ഇതൊന്നുമില്ല. നമുക്ക് പറഞ്ഞിട്ടുള്ളത് നല്ലെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബ്രാഹ്മിൻസിൽ ചെയ്യാറുണ്ട്, അത് എന്താ പറയുക, നെയ്യിൽ ചെയ്യാറുണ്ട്. അത് വിശേഷ ദിവസങ്ങളിൽ മാത്രം നെയ്യ് കൊണ്ട് ചെയ്യും. അതും എന്തും ചെയ്യും. അവരവരുടെ വീട്ടിൽ പശു ഉണ്ടെങ്കിൽ അതിൻ്റെ വെണ്ണയെടുത്ത് ഉരുക്കി, അത് ശുദ്ധമായിട്ട് ഉരുക്കിയിട്ട് അത് വേണം ചെയ്യാൻ. അല്ലാണ്ട് കടയിൽ കിട്ടുന്നെല്ലാം വാങ്ങിച്ചോണ്ടും ചെയ്യുന്ന നല്ല പരിപാടി. അതൊന്ന്. പിന്നെ ഒരു പരിപാടി എന്ന് വെച്ചാൽ, ഈ തമിഴ്നാട്ടിൽ പൊതുവെ ഞാൻ കാണുന്ന ഒരു സമ്പ്രദായമാണ്. എന്താ പറയുക, കാലത്തെണിച്ച് വാതിൽ ഫുൾ അടിച്ച് തൂക്കും. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി കടാക്ഷം വരാൻ പോവുകയാണെങ്കിൽ പോന്ന് പറയണം അവളോട്. മനസ്സിലായോ? അവളോട് നിങ്ങൾ പറഞ്ഞു നീ പോ വരണ്ട. എന്തുകൊണ്ട് ഡെയിലി ഒരു ഹാബിറ്റ് ആക്കിക്കൂടാ? ഡെയിലി കിടക്കുന്നതിന് മുമ്പ് പോർച്ചൊക്കെ വാഷ് ചെയ്ത്, പോർച്ചാണെങ്കിൽ പോർച്ച് എല്ലാം വാഷ് ചെയ്ത് വാതിലൊക്കെ ക്ലീൻ ആക്കിയിട്ട് അവിടെ കോലം ഇടുന്ന പരിപാടി ഉണ്ടെങ്കിൽ കോലം. പിന്നെ റോഡിൽ കോലം ഇടുന്നത് പോലെ മഹാഭാവം വേറൊന്നുമില്ല. ഈ കോലം ഇടുക എന്നുള്ളതിൻ്റെ ഐതിഹ്യം പോലും ആർക്കറിയില്ല. I'll talk to you.